ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഞാൻ നിങ്ങളുടെ സ്വന്തം രേഷ്മയാണ്. നിങ്ങളുടെ കുറച്ച് പേരുകൾ കണ്ടിട്ടുണ്ടായിരിക്കും. ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ പാലക്കാട്, കൊല്ലം അതുപോലെ തന്നെ കണ്ണൂർ എന്നീ ജില്ലകളിൽ വിഷമടിച്ചിട്ടുള്ള പഴങ്ങളും അതുപോലെ തന്നെ പച്ചക്കറികളും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പിടികൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ട് ഷോക്കായിട്ടിരിക്കുകയായിരിക്കും പലരും. എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. എന്ത് ചെയ്യുക ഈശ്വര, ഈ വിഷമൊക്കെ ആണല്ലോ നമ്മൾ കഴിച്ചു കൂട്ടുന്നതെന്നൊക്കെ ആലോചിക്കാറുണ്ട്. വല്ല ക്യാൻസറും വന്നാൽ എന്ത് ചെയ്യും? പെട്ടെന്ന് തട്ടി മുകളിലേക്ക് പോകാല്ലേ. വിഷം അടിച്ചിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ഇങ്ങോട്ട് കയറ്റി അയച്ചിട്ട് നമ്മൾ അതൊക്കെ ഇരുന്ന് നല്ല സുഖമായിട്ട് കഴിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിവ് വന്നു തുടങ്ങിയിട്ട് കാലങ്ങളായി. പക്ഷെ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും എന്നൊരു പ്രതിവിധി ഇതുവരെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതൊരു സ്കീമായിട്ട് വീട്ടിൽ തന്നെ പച്ചക്കറികൾ ഉണ്ടാക്കി അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ കൃഷിയെ പ്രോത്സാഹിപ്പിച്ച് വിഷം ഇല്ലാത്ത പച്ചക്കറികൾ നമ്മൾ കഴിക്കാനായിട്ടൊരു മുൻകൈ നമ്മുടെ ഗവൺമെന്റ് എടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, അങ്ങനെ ഇതുവരെ ഒന്നും വന്നിട്ടില്ല അല്ലേ. അപ്പോ നമ്മള് ഇങ്ങനത്തെയൊക്കെ ഒരു വാർത്തകൾ കേട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രതിവിധി എന്താണെന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരിക്കും പലരും. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, നമ്മുടെ ടെറസിൽ തന്നെ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കിക്കൂടെ. അങ്ങനെ പച്ചക്കറി ഉണ്ടാക്കിയിട്ട് നമുക്ക് വിഷമില്ലാത്ത കുറച്ച് ഭക്ഷണം കഴിക്കാമല്ലോ. അപ്പൊ നമുക്ക് എന്തോ ഒരു സമാധാനം ഉണ്ടായിരിക്കും. ഈ ഒരു കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് ഉള്ള വിഷമൊക്കെ നമ്മൾ അകത്താക്കിയിട്ട് ഇങ്ങനെ ക്യാൻസർ വന്ന് കിടക്കണേക്കാളും നല്ലതാണല്ലോ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന പച്ചക്കറികൾ യൂസ് ചെയ്ത് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നത്. സോ ഇത്തരം ന്യൂസിലൊക്കെ കണ്ട് മടുത്ത് ഇരിക്കുന്ന ഈ ഒരു ടൈമിലാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും തമ്മിൽ ഇങ്ങനെ നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ഉള്ള സ്ഥലത്ത് പച്ചക്കറികൾ ഉണ്ടാക്കിക്കൂടാന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട്. അപ്പൊ അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്തു, ഫസ്റ്റ് നമ്മൾ വിത്ത് ഓർഡർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വിത്ത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 195 രൂപ എത്രയും കണ്ടാണ് ഉള്ളത്. സോ ഫ്ലിപ്കാർട്ടിന് ഈ ഒരു വിത്ത് വാങ്ങിക്കുന്നത്. ഇതിൽ എല്ലാവിധ പച്ചക്കറികളും സാധനങ്ങളും പച്ചക്കറിയുടെ വിത്തുകളും ഉണ്ട് കേട്ടോ. സോ ഒരു ചെറിയൊരു തോട്ടം തുടങ്ങാനായിട്ട് ഇത് തന്നെ ധാരാളമാണ്. അപ്പൊ ഈ ഒരു വിത്ത് വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. ഞങ്ങളുടെ എല്ലാ സ്ഥലത്തും എങ്ങനെയും ഇത് പച്ചക്കറികൾ വെച്ചുണ്ടാക്കിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വെജിറ്റബിൾസ് കൊണ്ട് ഭക്ഷണം കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാൻ അതിന്റെ പ്രത്യേക ടേസ്റ്റ് ആണെന്നൊക്കെ ഈ കർഷകരൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല അല്ലേ. സോ അതൊന്നും എങ്ങനെയുണ്ടെന്ന് നമ്മൾ നോക്കണം. അത് മാത്രമാണ് നമ്മൾ ഇത്തരത്തിലുള്ള വിഷടിച്ചുള്ള പച്ചക്കറികൾ പരമാവധി ഒഴിവാക്കി നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനത്തെ ചെറിയൊരു പച്ചക്കറിത്തോട്ടമൊക്കെ തുടങ്ങി അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. കാരണം നമുക്കറിയാം, പുതിയ പഠനങ്ങളൊക്കെ വരുന്ന ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്ന കാര്യം വരുന്നത് തന്നെ നമ്മളെ ഫുഡിലാണ് കേട്ടോ. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സോ നമ്മൾ എത്ര തന്നെ നോക്കിയാലും ഇത്തരത്തിലുള്ള പുറത്തുനിന്ന് വരുന്ന പച്ചക്കറികളും ഫ്രൂട്ട്സൊക്കെ നമ്മൾ കഴിക്കേണ്ടത്. അപ്പോൾ എത്രയൊക്കെ നമ്മൾ നോക്കി എന്ന് പറഞ്ഞാലും അർബുദത്തിനുള്ള ചാൻസ് വളരെ ഹൈയാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോകുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ പച്ചക്കറിത്തോട്ടമൊക്കെ ചെയ്യാൻ തോന്നിയാൽ അതൊരു നല്ല കാര്യമാണല്ലോ. അപ്പൊ അങ്ങനെ തുടങ്ങാൻ ആലോചിക്കുന്നവർ ഫ്ലിപ്കാർട്ടിന്റെ ഈ ഒരു സീഡിന്റെ പാക്ക് ഓർഡർ ചെയ്തോളൂ കേട്ടോ. അത് മാത്രമല്ല, ഇപ്പൊ നല്ലൊരു ക്ലൈമറ്റ് ആണ് ചെടികളൊക്കെ നടാനായിട്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ ഓരോരുത്തരും മുന്നേറ്റ് വന്നാൽ മാത്രമാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു മാരകമായ അസുഖങ്ങളിൽ നിന്നിട്ടൊക്കെ മുക്തി നേടാൻ പറ്റുള്ളൂ കേട്ടോ. സോ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പച്ചക്കറികൾ കഴിച്ച് നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കട്ടെ. അപ്പൊ ഇനി എനിക്ക് പച്ചക്കറി ഇത് വിത്തന്നെ കയ്യിലായിട്ടുള്ളൂ. ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ളൂ. വിത്ത് കൈ കിട്ടിയിട്ടുള്ളൂ. ഇനി ഇത് നടണം, കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ വീഡിയോ ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇനി വരുന്ന വീഡിയോസിലൊക്കെ ഞാനത് കാണിക്കാം. നടുന്നതോ നമുക്കത് കായ്ക്കോ പൂക്കോ കായ്ക്കോ എന്നൊക്കെ നോക്കണ്ടേ. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ വീട്ടില്. അപ്പൊ നമ്മള് എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കട്ടെ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.